और बाकी सब बीजेपी के कार्यकर्ता, महायुति की कार्यकर्ता, പ്രിയപ്പെട്ട മലയാളി സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞു മക്കളെ ഉണ്ടെന്നല്ല എല്ലാവർക്കും എൻ്റെ സ്നേഹ വിനീത നമസ്കാരം. നല്ല അലച്ചിട്ട് കഴിഞ്ഞാണ് ഹൈദരാബാദിലെത്തി. ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല, മിനിഞ്ഞാന്ന് രാത്രി ഉറങ്ങിയിട്ടില്ല. ഇന്നിപ്പോൾ ഏതാണ്ട് അതേ അവസ്ഥയിൽ രാവിലെ 9 മണിക്ക് റൂമിലെത്തി. 9:30 ആയപ്പോൾ തുടങ്ങിയ ഓട്ടമാണ്. ഏതാണ്ട് 7 പരിപാടികളും ചെയ്തു കഴിഞ്ഞു. ചണ്ടിയെ എപ്പോൾ ബോംബെയിൽ വന്നാലും ഈ ദാമോദരമുള്ള ചേട്ടനും രമേശ് കലമ്പുലിയും ഉത്തം കുമാറും ഒക്കെ ചേർന്ന് എന്നെ അങ്ങ് വരവരും. എപ്പോൾ വന്നാലും ഇന്നും അത് തന്നെ സംഭവിച്ചു. എൻ്റെ സന്തോഷം എൻ്റെ നേതാവിൽ നിന്നാണ് എല്ലാവരും എനർജി എന്താണെന്ന് കണ്ടത്. റഷ്യ, യുക്രൈൻ അവിടെ ചെല്ലുമ്പോൾ സങ്കീർണതകൾ അറിയാം. അത് കഴിഞ്ഞ് നേരെ എന്തൊക്കെ ഇവിടെ വന്ന് പോകുന്നത് ഹരിയാനയാണ്. അപ്പൊ അത് കണ്ടു വളർന്നുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ അനുചരങ്ങളെന്ന നിലയ്ക്ക് നമുക്ക് ആ ഒരു സ്വഭാവ സവിശേഷത നമുക്ക് വേണ്ട എന്ന് പറയുന്ന ഒരു നിർബന്ധം പാടില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് വിഷമം ഉള്ള കാര്യമാണെങ്കിലും വളരെ സന്തോഷത്തോടെയാണ് മഹാരാഷ്ട്ര എന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ കമേഴ്ഷ്യൽ ക്യാപിറ്റൽ. മഹാരാഷ്ട്രയിലെ വിധാനസഭ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോലെ അത്രയും പ്രസക്തമാണ്, അത്രയും വലുതാണ്. എന്തുകൊണ്ടാണെന്നുള്ളത് നിങ്ങൾക്ക് നന്നായിട്ട് നമുക്ക് ഒരുപക്ഷെ ഇവിടെ നിന്ന് വിഭിന്നമായ ചിന്താഗതിയുള്ള, ഒരുപക്ഷെ നമ്മുടെ രാജ്യത്തിന് ഒട്ടും ഗുണം ചെയ്യാത്ത ചില തട്ടിക്കൂട്ട് പരിപാടികളുമായിട്ടൊക്കെ അതും പ്രീണനത്തിൻ്റെ പേരിൽ നടത്തിയിരുന്ന സർക്കാരുകൾ മുഴുവൻ ഇവിടെ നിന്ന് വായിച്ചോടിച്ച് മഹാനുഭാവൻ ബാലാസാഹിബ് താക്കറെ അദ്ദേഹത്തിനുള്ള ഒരു സമ്മാനമായിരിക്കണം മഹായുതിയുടെ പ്രാർത്ഥന മിന്നും വിജയം എന്നാണ് എനിക്ക് എല്ലാവരും അദ്ദേഹത്തിനുള്ള സമർപ്പണമായി. അദ്ദേഹത്തിൻ്റെ വീഡിയോ ഈ അടുത്തിടയ്ക്ക് പുറത്തിറങ്ങിയതൊക്കെ ഞാൻ നിരവധി തവണയാണ് ഇരുന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എന്താ? അദ്ദേഹത്തിൻ്റെ ഉദ്ദേശത്തിൻ്റെ ശുദ്ധി എന്താ? അതിനോട് ഇടപിടിക്കുന്ന രീതിയിൽ അതേ താളത്തിലും ലയത്തിലും അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ കഴിഞ്ഞ ഏതാണ്ട് 10 വർഷത്തെ ഭരണം എന്ന് പറയുന്നത് വിലയിരുത്തുമ്പോൾ ഈ വിജയം എന്നത് അദ്ദേഹത്തിന് സമർപ്പണമായി ചെന്ന് മാത്രമേ ചെയ്യൂ എന്നെനിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. അത് സംഭവിപ്പിക്കണം. ഇവിടെ ഞാൻ ഈ 2019 ഇലക്ഷന് മത്സരിക്കുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ സിനിമയിൽ അങ്ങനെയുള്ള ഡയലോഗുകൾ എഴുതിയാലും ഓർമ്മയുണ്ടോ ഈ മുഖം? പിന്നെ മറ്റേ ഇഷ്ടമില്ലാത്ത ഒരു വാക്കുണ്ടല്ലോ സിനിമയിൽ, അത് എല്ലാം ഒഴിഞ്ഞ് എഴുതിയിട്ടെന്താന്ന് പറഞ്ഞു പോയി. എനിക്കങ്ങനെ ജീവിതത്തിൽ അങ്ങനെയൊന്നും പറയാൻ എനിക്കറിയില്ല. അങ്ങനെ ഒരു വലിയ സരസ്വതി വിളയാട്ടമുള്ള ഒരാളുമല്ല, നാവുമല്ല. പക്ഷെ എങ്കിലും ഇലക്ഷൻ ഏതാണ്ട് ഒരാഴ്ചയ്ക്ക് മുമ്പ് അമിത്ഷാജി അവിടെ വന്ന് അദ്ദേഹം പ്രസംഗിച്ചു. എനിക്കിനി ഈ ഹെലികോപ്റ്ററിൽ കയറി ഇരുട്ടുന്നതിന് മുമ്പ് അടുത്ത സ്ഥലത്ത് ലാൻഡ് ചെയ്യണം, അതുകൊണ്ട് ഞാൻ പോവുകയാണ്, കലക്കണം എന്ന് പറയുന്ന കയ്യിൽ തന്നത് ഞാൻ മൈക്കിലേക്ക് നടക്കുമ്പോൾ ഓടി വന്ന് കെട്ടിപ്പിടിച്ചൊരു ഞെട്ടിട്ട് പറഞ്ഞു, മാറോ 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 ജീത് ഗയാ. അതിലെന്തോ ഒരു കറണ്ട് ദേഹത്തേക്ക് കാര്യം.
അതിൽ നിന്നാണ് ഈ തൃശ്ശൂർ എനിക്ക് വേണം. ഈ തൃശ്ശൂർ ഈ തൃശ്ശൂർ ഞാൻ ഇങ്ങെടുക്കുക എന്നൊക്കെ പറഞ്ഞ് പാചകം എനിക്കറിയില്ല, എനിക്കങ്ങനൊന്നും പറയാൻ അറിയാത്തതാണ്. അതെവിടെ നിന്നും ഒരു കർമ്മ എന്നാണ് ഞാൻ വിചാരിച്ചത്. അന്ന് അതിൻ്റെ ആ 3 വരികളുടെ പേരിൽ എത്രമാത്രമാണ് ട്രോളപ്പെട്ടത്. ഈ ട്രോളെന്ന് പറയുന്നത് ഇത്രയും അനുഗ്രഹിച്ച മറ്റൊരു മനുഷ്യനുണ്ടോ എന്ന് ചോദിച്ചാൽ പറയാം അല്ലേ? ചെമ്പട്രോൾ പൂരം കുലുക്കി കലക്കി അലക്കി അത് ട്രോൾ. എന്ത് സംഭവിച്ചു? അതെല്ലാം ദൈവത്തിന്. ഞാൻ എൻ്റെ ഇലക്ഷൻ പ്രചരണത്തിലുടനീളം എൻ്റെ എതിർ സ്ഥാനാർത്ഥികളുടെ പേര് ഒരു തവണ പോലും ഉച്ചരിച്ചില്ല എന്നുള്ളതാണ് എൻ്റെ ഇലക്ഷൻ പ്രചരണത്തിന്റെ ഏറ്റവും വലിയ ഫലമാണ്. ജനങ്ങളോട് എന്ത് പറയണമോ അത് ഞാൻ അവിടെ 2019 മുതൽ പറഞ്ഞുകൊണ്ടിരിക്കും. ST കോഫി ടൈംസ് എന്ന് പറയുന്ന ഒരു പുതിയ സിനിമാറ്റിക് ആണോ എന്ന് ചോദിച്ചാൽ അല്ല, പൊളിറ്റിക്കലാണോ എന്ന് ചോദിച്ചാൽ ഒട്ടുമേ അല്ല, രാഷ്ട്രീയക്കാരുണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല. 47 മീറ്റിങ്ങുകളാണ് 1.5 വർഷത്തിന് ഇടയ്ക്ക് നടന്നത്. അന്നറിയാമായിരുന്നു ജയത്തിലേക്കുള്ള വഴി പരവതാനി വിരിക്കപ്പെടുകയാണ്. അല്ലാതെ ഈ പറ്റങ്ങളൊന്നും വിചാരിക്കുന്ന പോലെ ഉള്ള തന്ത്രമൊന്നും അതിനകത്ത്. പിന്നെ പ്രവർത്തകരുടെ പ്രവർത്തനം അത് ഏകോപിപ്പിക്കാൻ സാധിച്ചു. അങ്ങനെ ആ 47 മീറ്റിങ്ങുകളിൽ നടക്കുമ്പോൾ ഹൃദയങ്ങളാണ് അടുത്തത്. അപ്പൊ വോട്ട് ചെയ്യാനേ പോവില്ല. ഇതൊരു പന്മ ഏർപ്പാടാണെന്ന് പറഞ്ഞ ഒരു സമൂഹത്തെ വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് കൊണ്ടുവരാൻ സാധിച്ചു. 2024 ഫെബ്രുവരിയിൽ